വത്സലാസ് കിച്ചണിലെ ഇന്നത്തെ റെസിപ്പി ഈ നെയ്യപ്പമാണ്. അപ്പോൾ ഇത് വളരെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. അപ്പോൾ ഇതിൽ 1 കപ്പ് പച്ചരി വെള്ളത്തിലിട്ടതാണത്. ഇതൊരു 3 മണിക്കൂറായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കഴുകി വെച്ചതാണ് ഞാനിത്. ഇതിനെ ഒന്ന് ഈ മിക്സി ജാറിലിട്ടിട്ട് അരയ്ക്കാം. ഇപ്പോൾ മിക്സി ജാറിലേക്ക് ഈ കഴുകിയ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ എടുത്ത അതേ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് ചോറ്, പിന്നെ ഒരു 5-6 ഏലക്കായ. ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പം നമ്മൾ അളന്നെടുത്ത അതേ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് വെല്ലത്തിൻ്റെ പൊടിയാണിത്, ജാഗ്രി പൗഡർ. ഇത് നമുക്ക് വെറുതെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടി ആയിട്ടാണ് അരച്ചിരിക്കണത്. ഇനി വെല്ലവും ചേർക്കേണ്ടത് കൊണ്ട് കണ്ടോ, അങ്ങനെ ചെറിയ തരി ഉണ്ടാവും. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിത് മൈക്രോവേവിൽ നിന്നാണ് ഒന്ന് ഉരുക്കിയെടുക്കണത്. ഇപ്പോൾ വെല്ലം ഒന്ന് ഉരുക്കിയെടുത്തതാണിത്. ഇത് ചൂടോടെ നമുക്ക് ഈ അരിയിലേക്ക്, അരച്ച അരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ആ ചൂടുള്ള വെല്ലം ഉരുക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ അരി അരച്ചതിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അയവ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തെടുക്കുക. പിഞ്ച് ഉപ്പ് ചേർത്തി കൊടുക്കുക. അപ്പോൾ കുറച്ച് തേങ്ങയും എള്ളൊന്ന് വറുത്തിടാം നമുക്ക്. ഇതിലേക്ക് ഇങ്ങനെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ നെയ്യിൽ വറുത്ത് വെച്ചതാണിത്, എള്ളും തേങ്ങയും. ഇപ്പോൾ ബാറ്റർ റെഡിയായി. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. ഗ്യാസിൽ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. നമുക്ക് ഇതാവാറായിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങാം. അപ്പം നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വളരെ സോഫ്റ്റും ആയിരിക്കും ഇത്. ആ 1 ഗ്ലാസ് അരി ഇട്ടാൽ ഇങ്ങനെ ഒരു 12 അപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒരു 4 എണ്ണം കൂടി ഉണ്ടാക്കാനുണ്ട്. നെയ്യപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഷെയറും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.